ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാനിൽ നിന്നും ദാവൂദ് ഇബ്രാഹിമിൽ നിന്നും 9 പേരെ ഇന്ത്യയിലേക്ക് അയച്ചത് കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടു. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലെ സ്ഫോടനം നടത്തി ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണ് ദാവൂദ് ഇബ്രാഹിമും പാകിസ്ഥാൻ ISIയും സംഘടിപ്പിച്ച തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഡൽഹിയിലും ബോംബെയിൽ നിന്നും 9 പേരെ ഇപ്പം ഇന്ത്യ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയെ തകർക്കാൻ, ലോകത്തിലെ 3ാമത്തെ 4ാമത്തെ സൈനിക ശക്തിയായ ഇന്ത്യയെ തകർക്കാൻ ദാവൂദ് ഇബ്രാഹിമും പാകിസ്ഥാൻ ISIയും യോജിച്ച് ട്രെയിനിങ് കൊടുത്ത് 9 പേരെ ഇന്ത്യയിലേക്ക് അയച്ചു. അതിൽ ഒരാൾ ഷഹബാസ് അൻസാരി എന്നയാളാണ്. സിദ്ധു മുസൽവാല കേസിലെ പ്രതി ഷഹബാസ് അൻസാരി ഉൾപ്പെടെ 9 പേരെയാണ് ഇന്ത്യ ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ ബോംബെയിലും ഡൽഹിയിലും പഞ്ചാബിലും അക്രമം നടത്താനാണ് ഇവരെ നിയോഗിച്ചിരുന്നത്. ISIയുടെ ട്രെയിനിങ് ഒക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഡൽഹിയിൽ നമുക്കറിയാം, ചെങ്കോട്ടയിൽ ഒരു ഡോക്ടറെ അവിടെ ഒരു സ്ഫോടനം നടത്തി. അയാൾ ജമ്മു കാശ്മീരിലുള്ള ഡോക്ടറാണ്, ഇന്ത്യക്കാരനാണ്. അവിടെ ഒരു സ്ഫോടനം നടത്തി 15 പേരെ കൊലപ്പെടുത്തിയെന്ന് നമുക്കറിയാം. അത് വലിയ വാർത്തയായിരുന്നു. അയാൾ ഒറ്റയ്ക്ക് ചെയ്തതാണ്. അയാളും അയാളുടെ കൂടെയുള്ള ചില സംഘങ്ങളും ചേർന്ന് ഇന്ത്യയെ തകർക്കാൻ പല സ്ഥലങ്ങളിലേക്കും അവർ ചേക്കേറിയെങ്കിലും സമയമായപ്പോൾ ഈ ഡോക്ടറായ ഒരാൾ മാത്രമേ അതിന് തയ്യാറായുള്ളൂ. അയാൾ ഒറ്റയ്ക്ക് ചെങ്കോട്ട പരിസരത്ത് കറങ്ങി നിന്ന് അവസാനം അവിടെ ഒരു സ്ഫോടനം നടത്തി. ഒത്തിരി വാഹനങ്ങൾ തകർന്നു, 15 പേരോളം കൊല്ലപ്പെടുകയും ചെയ്ത വാർത്ത നമുക്കറിയാം. അതേ രീതിയിലുള്ള ഇന്ത്യയെ ടെററൈസ് ചെയ്യാനായിട്ട് ഡൽഹിയിലും ബോംബെയിലും പഞ്ചാബിലുമായിട്ട് ആസൂത്രണം ചെയ്തതാണ് ഇവരുടെ ഈ 9 പേരുടെ ദൗത്യം. പക്ഷേ അത് വിലപ്പോയില്ല. രാജ്യത്തെ ആണവ കേന്ദ്രങ്ങൾ അവർ ലക്ഷ്യമിട്ടിരുന്നു. നമ്മുടെ ഡൽഹിയിലും ബോംബെയിലുമൊക്കെ വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും ഊർജ്ജ പ്ലാന്റുകൾ ധാരാളം ഇന്ത്യയിലുണ്ട്. നമ്മളെ ഊർജ്ജം അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ കുറയും, സൈനിക ശക്തി കുറയും. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, എണ്ണപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ വെച്ച് ഈ 9 പേരെ ചോദ്യം ചെയ്തപ്പോൾ അതൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. അത് ഏതായാലും സമയോചിതമായി ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ അത് കണ്ടെത്തി അവരെ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഡ്രോൺ മുഖേന പാകിസ്ഥാനിൽ നിന്ന് അവർക്ക് കുറേയധികം ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു അതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ആ ആയുധങ്ങൾ കുറേയൊക്കെ പിടിച്ചെടുത്തു നമ്മൾ. അതിനകത്ത് പാകിസ്ഥാൻ നിർമ്മിതമായ പിസ്റ്റൽ ഉണ്ടായിരുന്നു, വെടിയുണ്ടകളുണ്ടായിരുന്നു, ഗ്രനേഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഡ്രോൺ മുഖേനയാണ് ഇന്ത്യയിൽ ആരും അറിയാതെ ഇവർക്ക് ഏതോ സ്ഥലത്ത് അവരെ അവിടെ നിക്ഷേപിച്ച് ഇവരത് കൈക്കലാക്കി കൊണ്ടുപോകുന്നത്. ഗ്രനേഡുകൾ അത് ഇന്ത്യ ഇപ്പോൾ നശിപ്പിച്ച് വരുന്നു, പിടിച്ചെടുത്തത്. വലിയ സ്ഫോടനം ഉണ്ടാവുമല്ലോ. അത് മെഹ്റോളിയിലെ ഗ്രനേഡ് നശിപ്പിക്കുന്ന NSGയുടെ ഒരു ഏരിയ ഉണ്ട്. അവിടെ വെച്ച് അത് മുഴുവൻ നശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു നേപ്പാളിയും കൂടെ ഈ കാര്യത്തിൽ ഇവരുടെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 66 വയസ്സുണ്ട് അയാൾക്ക്. അയാളാണ് ഇന്ത്യയിൽ ഇവർക്ക് പ്രവർത്തിക്കാനും ഇവർ മൂവ് ചെയ്യാനും ആവശ്യമായ ഫണ്ട് സംഘടിപ്പിക്കുന്ന അയാളാണ്. ആ വിവരങ്ങൾ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എങ്കിലും വളരെ ആസൂത്രിതമായ ഒരു അറ്റാക്കിനായിരുന്നു ഇവർ തയ്യാറായത്. കാരണം അവർ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ഊർജ പ്ലാന്റുകൾ, അതുപോലെ ആണവ കേന്ദ്രങ്ങൾ. ഇതിപ്പോൾ അവിടുത്തെയൊക്കെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ കൂടുതലായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇവരെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇന്ത്യയെ സാമ്പത്തികമായി വളരെ തകർക്കത്തക്ക രീതിയിലുള്ളൊരു നീക്കമായിരുന്നു നടന്നത്. നമുക്ക് ബോംബെയിലെ വർഷങ്ങൾക്ക് മുമ്പേ ബോംബെയിലുണ്ടായ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആൾക്കാർ ബോംബെ തകർത്തു പോയ ആ രാജ്യാന്തര ശ്രദ്ധയാകർഷിച്ച അത്ര ഭീകരപ്രവർത്തനമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതേ രീതിയിലുള്ളൊരു ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്തിരുന്നു. അത് ഏതായാലും അത് സമയോചിതമായി ഇടപെടൽ മൂലം ഇന്ത്യയിലെ ബുദ്ധിജീവികൾ അവയെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഇന്ത്യയിൽ 3-4 സെൻറ്ററുകളിൽ ബോംബെയിലും ഡൽഹിയിലും
പഞ്ചാബിലും സൈമുൾട്ടേനിയസ് ആയിട്ട് വളരെയധികം ഭീകരപ്രവർത്തനം നടക്കാൻ സാധ്യതയുള്ള ഒരു 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 തന്ത്രമാണ് ഇപ്പം നമ്മൾ പൊളിച്ചു കളഞ്ഞത്. പക്ഷേ ഈ ഇന്ത്യയിലെ ചില അധോലോക നായകന്മാർ ഇവരുമായിട്ട് ലിങ്ക് ഉണ്ടെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഇവർക്ക് ട്രെയിനിങ് എവിടെ കൊടുത്തു എന്നറിയില്ല. ഈ 9 പേരിൽ നിന്നല്ലേ ചോദ്യം ചെയ്ത് വന്നപ്പം ഇന്ത്യയിൽ തന്നെ ചില മോഡ്യൂൾ അവർക്കുണ്ട്. അവരുമായിട്ട് സഹകരിച്ചിട്ടാണ് ഓരോ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലെ ഈ വിധ്വംസക പ്രവർത്തനം, ഈ അറ്റാക്ക്, ഈ ബോംബ് സ്ഫോടനമൊക്കെ അവർ നടത്താൻ ഉദ്ദേശിച്ചത്. എന്തായാലും ആ 9 എണ്ണത്തിനെ പിടിക്കപ്പെട്ടു. ഇനി ഇവരുമായിട്ട് ബന്ധപ്പെട്ട പലരും അറസ്റ്റിലേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്.